ഞാനൊക്കെ വിദ്യാലയത്തിലേക്ക് ഇതുപോലെ പഠിക്കാൻ പോകുന്ന കാലം ഞങ്ങളൊക്കെ ഭയത്തോടും ഭീതിയോടുമാണ് ആദ്യത്തെ ദിവസം കോളേജിലേക്ക് വരുന്നത്. ഹയർ സെക്കൻഡറി കഴിഞ്ഞ് നമ്മൾ ഒരു കോളേജ് ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മളെ സ്വീകരിക്കുക കവാടം മുതലുള്ള നമ്മുടെ സീനിയേഴ്സ്, ക്ലാസ് മുറി വരെയുള്ള സീനിയേഴ്സിൻ്റെ റാഹിംഗ് എന്ന് പറയുന്ന ക്രൂരമായ വിനോദമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വലിയ സ്വീകരണമാണ്, രാജോചിതമായ സ്വീകരണം. നിങ്ങളെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ആനയിച്ച് ഇരുത്തി നിങ്ങൾക്ക് മനോഹരമായ ടോക്കണൊക്കെ നൽകി വളരെ അലങ്കരിച്ച വേദിയിൽ നിങ്ങളെ ഇരുത്തി വിശിഷ്ടാതിഥികളെ പോലെ നിങ്ങളെ സ്വീകരിച്ച് മനോഹരമായൊരു സ്വീകരണമാണ് നിങ്ങൾക്ക് ഇവിടെ കോളേജ് മാനേജ്മെൻറ്റ് കോളേജ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ വലിയ ആശങ്കയോടുകൂടി ആയിരിക്കും ഒരുപക്ഷെ ഈ ക്യാമ്പസിൽ വരിക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം നാളുകളിൽ നിങ്ങളുടെ ഈ ക്യാമ്പസ് ആയിരിക്കും. നിങ്ങളുടെ നീണ്ട് നിവർന്നു കിടക്കുന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഈ കലാലയത്തിൽ ചെലവഴിച്ച ഏറ്റവും സുന്ദരമായ സുവർണമായ നിമിഷമായിരിക്കും. നമുക്ക് നമ്മുടെ കലാലയ ജീവിതം അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഞങ്ങളൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. കാലിഫോർണിയയുടെ ആകാശത്തിലൂടെ വിമാനം പറത്തിയ ഒരു വൈമാനികൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വൈമാനികൻ ഇങ്ങനെ വിമാനം പറത്തുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് വിമാനം താഴ്ത്തിപ്പറക്കാൻ തുടങ്ങും. അങ്ങനെ സ്ഥിരമായി ആ സ്ഥലത്ത് വരുമ്പോൾ വിമാനം താഴ്ത്തിപ്പറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹ പൈലറ്റ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ വരുമ്പോൾ വിമാനം ഇങ്ങനെ താഴ്ത്തിപ്പറക്കുന്നത്? അപ്പോൾ ആ വൈമാനികൻ തൻ്റെ സഹ പൈലറ്റിനോട് പറഞ്ഞു, നിങ്ങൾ താഴേക്ക് നോക്കുക, താഴെ മനോഹരമായ ഒരു തടാകം കാണുന്നില്ലേ? ആ തടാകത്തിൻ്റെ തീരത്ത് മനോഹരമായൊരു വിദ്യാലയം കാണുന്നില്ലേ? ഞാൻ പഠിച്ച വിദ്യാലയമാണ്. ഞാൻ ആ കലാലയത്തിൻ്റെ വിദ്യാലയത്തിൻ്റെ മുറ്റത്തുകൂടി ഓടിക്കളിക്കുമ്പോൾ, ഒഴിവ് സമയങ്ങളിൽ ഞാൻ ആ തടാകത്തിൻ്റെ തീരത്ത് പോയി ചൂണ്ടലിട്ട് മീൻ പിടിക്കുമ്പോൾ ആകാശത്തൂടെ മൂളിപ്പായുന്ന ചീറിപ്പായുന്ന വിമാനങ്ങളെ നോക്കി ഞാനന്ന് കൊതിയോടെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എനിക്ക് പഠിച്ച് ഒരു പൈലറ്റ് ആവണം, വളർന്ന് വലുതായി എനിക്കൊരു വൈമാനികനാവണമെന്ന് ഞാനന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് ഇന്ന് ഞാനൊരു പൈലറ്റാണ്. ഞാൻ കാലിഫോർണിയയുടെ ആകാശത്തിലൂടെ ഇങ്ങനെ നെടുകയും കുറുകയും വിമാനങ്ങൾ പറത്തുകയാണ്. എൻ്റെ വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ, എൻ്റെ കലാലയത്തിൻ്റെ മുകളിലൂടെ വിമാനം പറത്തുമ്പോൾ ഇന്ന് ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ നേടിക്കഴിയുമ്പോൾ ഇന്നെൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആ കലാലയത്തിലെ വിദ്യാർത്ഥിയായി, പഴയ ബാലനായി ആ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഒരിക്കൽ കൂടി ചെന്നിരിക്കണം. ആ തടാകത്തിൻ്റെ തീരത്ത് പഴയ ബാലനായി ഒരിക്കൽ കൂടി ചൂണ്ടയിട്ട് മീൻ പിടിക്കണം എന്നതാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ ആ വൈമാനികൻ്റെ വൈകാരികമായ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഒരു അനുഭവമാണ്. ഈ നിളാനദിയുടെ തീരത്ത് നാളെ നിങ്ങളൊക്കെ വിമാനത്തിൽ ആകാശത്തൂടെ പറക്കുമ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കി കൊതിയോടെ സ്വപ്നം കാണുന്നൊരു ക്യാമ്പസായി ഈ കുറ്റിപ്പുറം MES ഈ എൻജിനീയറിംഗ് കോളേജ് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന, നിങ്ങളുടെ വീട് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സെക്കൻഡ് ഹോമായി ഈ ക്യാമ്പസ് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെല്ലാവരും ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്. കുറ്റിപ്പുറം MES എൻജിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഞാനിവിടുത്തെ ഈ കുറ്റിപ്പുറം MES എൻജിനീയറിംഗ് കോളേജിൻ്റെ ഈ പ്രദേശത്തുള്ള MLA ആയതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും 4 പാട് നിന്നും അഡ്മിഷൻ സമയത്ത് ഞങ്ങൾക്കൊക്കെ ഫോൺ കോളാണ്. കുറ്റിപ്പുറം MES എൻജിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്? അത്രയേറെ ഡിമാൻഡുള്ള ഒരു ക്യാമ്പസാണ്. കേരളത്തിൽ ആദ്യകാലം തന്നെ MES എന്ന് പറയുന്ന സംഘടനയെ നമുക്കൊരിക്കലും ഈ സദസ്സിൽ വെച്ച് വിസ്മരിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി MES നൽകിയിട്ടുള്ള സംഭാവന വലുതാണ്. കേരളത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ നമുക്കറിയാം, ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾ മുതൽക്ക് കേരളത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരെ, എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ ക്യാമ്പസ് വരെ ഒരുപാട് ക്യാമ്പസുകൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് സേവന മനോഭാവത്തോടെ, വളരെ കാര്യക്ഷമമായി, കച്ചവട മനോഭാവത്തോടെ അല്ലാതെ സേവന താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രബലമായ പ്രമുഖമായ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് നമ്മുടെ MES എന്ന് പറയുന്ന ഈ സ്ഥാപനമുള്ളത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏറ്റവും അറിയപ്പെടുന്ന
നിങ്ങളുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ നാളെ നിങ്ങൾ പോകുന്നുവോ അവിടെയൊക്കെ തന്നെ നിങ്ങൾ നേടിയെടുക്കുന്ന BTech-നേക്കാൾ അപ്പുറത്ത്, നിങ്ങൾ നേടാൻ പോകുന്ന MTech-നേക്കാൾ അപ്പുറത്ത് നിങ്ങൾ പഠിച്ച ക്യാമ്പസ്, അത് കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരവും ഒരാദരവും ചെറുതല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രമേൽ നല്ല ഒരു ക്യാമ്പസിലാണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച്, നിങ്ങൾ സ്റ്റാർട്ടപ്പ് സംരംഭത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും വായിച്ച് കേട്ടിട്ടുണ്ടാവും. നമുക്കറിയാം, നൗഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ 2015 അദ്ദേഹം കോഴിക്കോട് വെച്ച് വളരെ അവിചാരിതമായി അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം മരണപ്പെട്ടത് കേരളത്തിൻ്റെ മനസാക്ഷിയെ മുഴുവൻ നൊമ്പരപ്പെടുത്തിയ ഒരു മരണമായിരുന്നു പ്രിയപ്പെട്ട നൗഷാദ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മരണം. പറക്കമുറ്റാത്ത 2 പിഞ്ചു കിടാങ്ങളെ തനിച്ചാക്കി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് പറന്നുപോയത് തൻ്റെ 2 സഹജീവികളായ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹം ഒരിക്കലും അറിയാത്ത, അദ്ദേഹം കാണാത്ത ആന്ധ്രാപ്രദേശിലെ 2 തൊഴിലാളികൾ, അവർ കോഴിക്കോട് നഗരത്തിലുള്ള മാൻഹോളിൽ ഇറങ്ങി മാൻഹോൾ വൃത്തിയാക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അപ്പുറത്ത് ചായക്കടയിൽ നിന്ന് ചായ കൊണ്ടിരുന്ന നൗഷാദ് ചായ ഓർഡർ ചെയ്തിട്ടുള്ളൂ, ചായ എത്തിയിട്ടില്ല. ചായ എത്തുന്നതിൻ്റെ ഇടവേളയിലാണ് താഴേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യർ തിരിച്ചു കയറുന്നില്ല. മാൻഹോളിലേക്ക് ആ തൊഴിലാളികൾ ഇറങ്ങിപ്പോകുന്നത് നൗഷാദ് കണ്ടതാണ്. പക്ഷേ അവർ തിരിച്ചു വരുന്നില്ല. അത് തിരിച്ചു വരാത്തത് കണ്ടപ്പോൾ നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹി ഓടിപ്പോയി ആ മാൻഹോളിൽ ഇറങ്ങുകയാണ്. ആ മാൻഹോളിൽ ഇറങ്ങി ആ 2 സഹജീവികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവരോടൊപ്പം വിഷവാതകം ശ്വസിച്ച് നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു വീഴുകയാണ്. ആ പേരും ഊരും അറിയാത്ത മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി മാൻഹോളിൽ ഇറങ്ങിയ നൗഷാദ് കേരളത്തിൻ്റെ മുഴുവൻ നൊമ്പരമായി, നമ്മുടെ നാടിൻ്റെ മുഴുവൻ കണ്ണീരായി മാറിയ ഒരു മനുഷ്യസ്നേഹിയായ ചെറുപ്പക്കാരനാണ്. ആ നൗഷാദ് നമ്മുടെ ദുഃഖമാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് മാൻഹോളിൽ ഇറങ്ങി തിരിച്ചു വരാതെ മരിച്ചുപോയ, വിഷവാതകം ശ്വസിച്ച് ശ്വാസം മുട്ടി മരിച്ചുപോയ അനവധിയായ മനുഷ്യരുണ്ട്. ഇന്നാരും അങ്ങനെ മരിക്കേണ്ടതില്ല. അങ്ങനെ മരിക്കാതിരിക്കാനുള്ള കാരണം ഈ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങളെപ്പോലെ വന്ന് വളർന്ന് വലുതായ കുറച്ച് വിദ്യാർത്ഥികളാണ്. അവരുടെ പേര് വിമൽ എന്നാണ്, അവരുടെ പേര് റാഷിദ് എന്നാണ്, അവരുടെ പേര് നിഖിൽ എന്നാണ്, അരുൺ എന്നാണ്. അങ്ങനെയുള്ള ആ ചെറുപ്പക്കാർ അവർ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് സംവിധാനത്തിലൂടെ ഒരു റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്തു. മാൻഹോളിൽ മനുഷ്യ സാന്നിധ്യമില്ലാതെ മാൻഹോളിൽ ഇറങ്ങി മാൻഹോൾ വൃത്തിയാക്കാൻ കഴിയുന്ന റോബോട്ടിക്സ് സംവിധാനത്തിന് രൂപകൽപ്പന നടത്തിയത് നമ്മുടെ ഈ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവർ ഈ ക്യാമ്പസിൻ്റെ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ, മലയാളക്കരയുടെ, കേരളക്കരയുടെ, ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ അഭിമാന താരങ്ങളായി ലോകത്ത് മുഴുവൻ തിളങ്ങി നിൽക്കുന്നവരാണ്. അവർ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സന്തതികളാണ്. അങ്ങനെയുള്ള എത്രയോ പ്രഗത്ഭരായ, പ്രതിഭാധനരായ, ഇന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, നിരവധിയായ സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളൊക്കെയായി നിരവധി മേഖലകളിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ പിറവിയെടുത്ത ഏറ്റവും മനോഹരമായ ഒരു ക്യാമ്പസിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും കുറ്റിപ്പുറം MES എന്ന് പറയുന്ന ഈ മേൽവിലാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകം മുട്ടെ വളരാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷ നിങ്ങളാണ്, നമ്മുടെ വിദ്യാർത്ഥികളാണ് നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷ. നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യവിഭവശേഷിയാണ്. നമുക്ക് സ്വർണ്ണഖനികളില്ല, നമുക്ക് എണ്ണക്കിണറുകളില്ല, നമുക്ക് പ്രകൃതി വിഭവങ്ങളില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ, ലോകത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോക്രാറ്റുകൾ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച നഴ്സുമാർ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച മാനേജ്മെൻറ്റ് വൈദഗ്ധ്യമുള്ളവർ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികളാണ്. ബുദ്ധി കൊണ്ട് പ്രബുദ്ധരും വിദ്യ കൊണ്ട് സമർത്ഥരും പ്രതിഭ കൊണ്ട് സമ്പന്നരുമായ ലോകത്തിലെ ഏറ്റവും പ്രതിഭാശാലികളായ കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. അവരാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത്. അതുകൊണ്ട് നിങ്ങളിലാണ്, മനുഷ്യ വിഭവശേഷിയിലാണ്, ഈ രാജ്യത്തെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമായിട്ടുള്ള നിങ്ങളിലാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതുകൊണ്ട് ഈ നാടിനു വേണ്ടി വളരാൻ, ഉയരാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറിവിനോടൊപ്പം തിരിച്ചറിവുള്ളവരായി, വിവരത്തോടൊപ്പം വിവേകമുള്ളവരായി നിങ്ങൾക്ക് വളരാനും ഉയരാനും കഴിയട്ടെ. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ഈ ചടങ്ങ് ആരംഭിച്ചപ്പോൾ ആമുഖ പ്രസംഗത്തിൽ ഉദ്ധരിച്ചത് APJ അബ്ദുൽ കലാമിൻ്റെ വാചകമാണ്.
അധ്യക്ഷ പ്രസംഗത്തിലും ഉരുവിട്ടത് APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയിരുന്ന, രാജ്യത്തിൻ്റെ മുൻ രാഷ്ട്രപതിയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം, രാജ്യത്തെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച, പ്രചോദിപ്പിച്ച, ചിന്തിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം രാജ്യത്തെ ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട് പറയുമായിരുന്നു, നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങളെ ചിന്തകളാക്കി മാറ്റുക, ആ ചിന്തകളെ ചിറകുകളാക്കി മാറ്റി ആ ചിറകുകൾ ഉപയോഗിച്ച് ചക്രവാളങ്ങളെ കീഴടക്കി പറന്നുയരുക. നല്ല സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങളെ ചിന്തകളാക്കി മാറ്റുക, ആ ചിന്തകളെ ചിറകുകളാക്കി മാറ്റി ചക്രവാളങ്ങളെ കീഴടക്കി പറന്നുയരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കലാംജി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നമെന്ന് പറയുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ മനോഹരമായ സ്വപ്നങ്ങൾ കണ്ട് നല്ല പൗരന്മാരായി, നാടിൻ്റെ അഭിമാന താരങ്ങളായി നിങ്ങൾക്ക് വളരാൻ, ഉയരാൻ കഴിയട്ടെ, അതിന് കാരണമായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഭാധനനായ, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും അഭിമാനമായിരുന്ന, മോഡേൺ ഇന്ത്യയുടെ ആർക്കിടെക്റ്റ് എന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ വിളിക്കുന്ന രാഷ്ട്രശില്പിയാണ്. ഒരു കുശവൻ തൻ്റെ കയ്യിലുള്ള കളിമണ്ണ് കൊണ്ട് മനോഹരമായ കളിമൺ പാത്രം നിർമ്മിച്ചെടുക്കുന്നത് പോലെ, നല്ല ഒരു ആർക്കിടെക്റ്റിനെ പോലെ ഈ രാജ്യത്തെ നിർമ്മിച്ചെടുത്ത, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ, പ്രതിഭാധനനായ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ആഫീസ്, പ്രധാനമന്ത്രിയുടെ ആഫീസിനെ അലങ്കരിച്ചിരുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ കവിയുടെ ഒരു വാചകമായിരുന്നു. വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസ് ടു കീപ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. കാടുകൾ സുന്ദരമാണ്, മനോഹരമാണ്, പക്ഷേ എനിക്ക് വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എനിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് അനേകം മൈലുകൾ താണ്ടേണ്ടതുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വരികൾ തൻ്റെ ഓഫീസിനെ അലങ്കരിക്കുന്ന മുറിയിൽ ആ മനോഹരമായി എഴുതി വെച്ച് ദിവസത്തിൽ 24 മണിക്കൂറിൽ 4 മണിക്കൂർ മാത്രം ഉറങ്ങി ബാക്കി വരുന്ന 20 മണിക്കൂറും ഇന്ത്യയെക്കുറിച്ച് സ്വപ്നം കണ്ട്, ഇന്ത്യക്ക് വേണ്ടി ഊണില്ലാതെ ഉറക്കമില്ലാതെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ രാജ്യത്ത് നിർമ്മിച്ചെടുത്ത രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, കഠിനാധ്വാനിയായ പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞ വാചകം, ആ എഴുതി വെച്ച വാചകം, കാടുകൾ സുന്ദരമാണ്, മനോഹരമാണ്, പക്ഷേ എനിക്ക് വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതുണ്ട്, മൈലുകൾ എനിക്ക് താണ്ടേണ്ടതുണ്ട്. നിങ്ങൾ കാണുന്ന ഈ ലോകം, നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാമ്പസ്, നിങ്ങളുടെ ചുറ്റുപാട്, പരിസരം, സോഷ്യൽ മീഡിയ, നവമാധ്യമങ്ങൾ എല്ലാം സുന്ദരമാണ്. നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് നിങ്ങളുടെ പരിസരങ്ങളിൽ, ചുറ്റുപാടുകളിൽ. അത് കണ്ട് നിങ്ങൾ സമയം കളയരുത്. ഈ ലോകത്തെല്ലാവർക്കും തുല്യമായി വീതിക്കപ്പെട്ടിരിക്കുന്ന ഒന്ന് 24 മണിക്കൂർ സമയമാണ്. ആ സമയം പരമാവധി പ്രയോജനപ്പെടുത്തി. കാടുകൾ സുന്ദരമാണ്, കാഴ്ചകൾ സുന്ദരമാണ്, പക്ഷേ അത് കണ്ട് സമയം പാഴാക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഈ സമൂഹം, നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ കുടുംബക്കാർ, അവരോടെല്ലാവരോടും നിങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി 24 മണിക്കൂറും ഇടതടവില്ലാതെ, ഇടവേളകളില്ലാതെ, ഇമവെട്ടാതെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുക. പൗലോ കെയ്ലോ ആൽക്കെമിസ്റ്റിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു മനുഷ്യൻ തീവ്രമായൊരു കാര്യം ആഗ്രഹിച്ച്, ആത്മാർത്ഥമായി ഒരു കാര്യം സ്വപ്നം കണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്താൽ ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ വിജയത്തിന് വേണ്ടി, അവൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനും ലക്ഷ്യപ്രാപ്തിക്കും വേണ്ടി അവനോടൊപ്പം നിന്ന് ഗൂഢാലോചന നടത്തുമെന്ന ആൽക്കെമിസ്റ്റിലെ വാചകം നിങ്ങൾക്ക് മാർഗദർശനമായി മാറട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യം, ആത്മാർത്ഥമായി ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട്, കലണ്ടർ നോക്കാതെ, ഘടികാര സൂചി നോക്കാതെ, ഈ ക്യാമ്പസിൽ അതിനുവേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ നാടിൻ്റെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഈ ക്യാമ്പസിൻ്റെയും അഭിമാന താരങ്ങളായ വിദ്യാർത്ഥികളായി 4 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ഇവിടെ നിന്ന് പടിയിറങ്ങി പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ, അനുമതിയോടെ നിർവഹിച്ചറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.